നാഷണൽ ഡേ ആയിട്ട് സിറ്റിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളങ്ങനെ ലാസ്റ്റ് എത്തിയത് മദീന സൈദിലാണ്. പാർക്കിംഗ് കിട്ടിയത് മദീന സൈദ് മാർക്കറ്റിന് ഫ്രണ്ടിൽ. ഇത്രയും നാളും മദീന സൈദിൽ പോയിട്ടും ഇതുവരെ ഇതിൻ്റെ അകത്ത് കയറിയിട്ടില്ല. എന്നാൽ പിന്നെ എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ നേരെ അകത്തേക്ക് വെച്ച് പിടിച്ചു. കയറുമ്പോൾ തന്നെ എൻട്രൻസിന് 2 സൈഡിലായിട്ടും ഇഷ്ടംപോലെ പച്ചക്കറി കടകളാണ്. എല്ലാ സ്ഥലത്തും നല്ല ഫ്രഷ് പച്ചക്കറികളായിരുന്നു. അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് നേരെ പൗൾട്രിയുടെ സെക്ഷനിലാണ്. അവിടെ ചിക്കനും മട്ടനും ബീഫും ഒക്കെ അവൈലബിൾ ആയിരുന്നു. ഞങ്ങൾ അവധി ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങാൻ നിന്നില്ല. ഷോപ്പൊക്കെ കണ്ടു വെച്ച് നേരെ ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും തിരക്കുണ്ടായിരുന്നു. പിന്നെ കുറേ ഇഷ്ടം പോലെ വെറൈറ്റി ഫിഷസ് അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ഫ്രഷ് ആയിരുന്നു. വിലയും അത്യാവശ്യം റീസണബിളായിരുന്നു. എന്തായാലും നെക്സ്റ്റ് വീക്കെൻഡിന് ഇനി ഇവിടെ തന്നെ വന്ന് ഫിഷ് വാങ്ങാൻ ഞങ്ങൾ വിചാരിച്ചു. ബിക്കോസ് ഇവിടെ അത്യാവശ്യം നല്ല ഫ്രഷ് ആൻഡ് റീസണബിൾ പ്രൈസാണ് ആയിരുന്നു. അവിടെ ക്ലീനിങ്ങും അവർ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോഴാണ് അവിടെ ഇങ്ങനൊരു ബോർഡ് കണ്ടത്. പല ടൈപ്പ് ഓഫ് ഫിഷ് കട്ടിങ്ങും ക്ലീനിങ്ങും ആണ്. എനിക്ക് നമ്മുടെ സാധാരണ രീതിയിലുള്ള ക്ലീനിങ്ങൊക്കെ അറിയാവുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഓഫ് കട്ടോ ക്ലീനിങ് അറിയാമെങ്കിൽ കമൻറ്റ് ബിലോ. പിന്നെ ഇറങ്ങാൻ നേരത്ത് ഉണക്കമീനിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അത് മലയാളികളുടെ തന്നെ കടയാണ്. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലേക്കാണ്. അത് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. നമ്മൾ യൂഷ്വലി ഈ ഷോപ്പുകളിൽ കാണാത്ത പല മിക്സ്ഡ് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. അങ്ങനെ ഞങ്ങൾ ഷോപ്പുകളൊക്കെ കണ്ട് നേരെ മദീന സൈദിലേക്ക് വിട്ടു. ഇതുപോലുള്ള അബുദാബി വിശേഷങ്ങൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.